ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ഫിഷ് ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എത്ര വലിയ മീൻ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ തിരുതയാണ് ക്ലീൻ ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ളൊരു തിരുതയാണ്, ഐസിട്ട മീനൊന്നും അല്ല. അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ളൊരു പുഴമീനാണിത്. ഇതിപ്പോൾ ഒരു മീന് 1 കിലോഗ്രാമത്തിന് മേലെ തൂക്കമുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ മീൻ ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു നല്ല ഉണങ്ങിയ ഒരു കോട്ടൺ തുണി കൊണ്ട് നന്നായിട്ട് തുടച്ച് ഈ മീനിൻ്റെ പൊക്കത്തുള്ള ഈർപ്പൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ഇതുപോലെ 2 ന്യൂസ് പേപ്പർ വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് മീൻ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ അടുക്കള നല്ല ക്ലീൻ ആയിട്ടിരിക്കും. അതുപോലെ ആ മീനിൻ്റെ വേസ്റ്റ് ഒന്നും അടുക്കളയിലാവില്ല. അപ്പോൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ന്യൂസ് പേപ്പറോട് കൂടി തന്നെ ആ മീനിൻ്റെ വേസ്റ്റൊക്കെ കൂടി മടക്കിയിട്ട് നമുക്ക് കളഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ക്ലീൻ ചെയ്യണമെന്ന് നോക്കാം. ആദ്യം മീനിൻ്റെ വാലിൽ തുടങ്ങിയിട്ട് നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് മുകളിലേക്ക് ഇങ്ങനെ ചെത്തിയെടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ തുണി വെച്ചിട്ട് അതിൻ്റെ ഈർപ്പൊക്കെ കളഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നമുക്കിങ്ങനെ ചെയ്യാനായിട്ട് വലിയ പ്രയാസം ഉണ്ടാവില്ല. നല്ല മൂർച്ചയുള്ളൊരു കത്തി ആയിരിക്കണം. പിന്നെ മീനിൻ്റെ മാംസത്തിലൊന്നും തൊടാതെ നമ്മൾ ചെത്തിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതുപോലെ ചെത്തിയിട്ട് അങ്ങനെ ന്യൂസ് പേപ്പറിലേക്ക് അങ്ങനെ ഇട്ടാൽ മതി. ഇതുപോലെ തന്നെ നമ്മൾ അപ്പുറ ഭാഗം കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. ഇതുപോലെ മുകളിലേക്ക് ചെത്തിയെടുത്താൽ മതി. പിന്നെ വയറിൻ്റെ ഭാഗം മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ചെത്തിയെടുക്കുക. പിന്നെ തലയുടെ ഭാഗം ക്ലീൻ ചെയ്യണം നമുക്ക്. പിന്നെ നമ്മൾ കത്രികയും കൊണ്ട് 2 സൈഡ് അങ്ങനെ വെട്ടിക്കളഞ്ഞാൽ മതി. ഇനി നമുക്ക് വാല് ഇതുപോലെ കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം നമുക്ക് തല ക്ലീൻ ചെയ്യാം. തല ക്ലീൻ ചെയ്യുമ്പോൾ ഇതുപോലെ ഓരോ ചെകിലയും നമ്മളിങ്ങനെ കളയണം കത്തി കൊണ്ട്. പിന്നെ തലയിൽ വേസ്റ്റ് ഉണ്ടാകും, അപ്പോൾ തലയിലുള്ള വേസ്റ്റ് കൂടി ഈ ഒരു സമയത്ത് നമ്മൾ കളയണം. ഇപ്പോൾ നമ്മുടെ മീൻ ഇങ്ങനെയാണ്. ഇനി നമുക്കിതിന് മുട്ടയുള്ള മീനാണെങ്കിൽ നമുക്ക് അതിൽ തന്നെ മുട്ട പൊട്ടാതെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് മുട്ടയില്ലാത്തതുകൊണ്ട് ഇതിന് നെയ്യ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമുക്കിത് കട്ട് ചെയ്ത് തുടങ്ങാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ തല മുതൽ വേണം കട്ട് ചെയ്യാനായിട്ട്. അങ്ങനെ തല മുതൽ ഓരോരോ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്ത് വരാം. നമ്മളിതുപോലെ തലയുടെ ഭാഗത്ത് നിന്ന് തുടങ്ങി വാലിൻ്റെ ഭാഗത്തേക്ക് ഓരോരോ പീസസായിട്ട് കട്ട് ചെയ്ത് വരാം.
ഈ ഫിഷ് ഇങ്ങനെ മുഴുവൻ കട്ട് ചെയ്ത ശേഷം നമുക്ക് നല്ലപോലെ ഒരു പ്രാവശ്യം വെള്ളത്തിൽ കഴുകിയെടുക്കണം. അതിനുശേഷം അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കറുപ്പ് പാടയും കൂടി നമുക്ക് എടുത്ത് കളയാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുറച്ച് ഉപ്പ് പൊടിയും ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് കഴുകിയെടുക്കാം. പിന്നെ അങ്ങനെ 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിഷ് നല്ല ക്ലീനായിട്ട് കിട്ടും. പിന്നെ ഇതിന് മത്തി പോലുള്ള മീനുകൾക്കുള്ള പോലുള്ള ബാഡ് സ്മെല്ലൊന്നും ഇതിന് നമ്മുടെ തിരുതയ്ക്ക് ഉണ്ടാവില്ല. എന്നാൽ പോലും നമ്മൾ ഇതുപോലെ ചെയ്ത് ഇതിങ്ങനെ കഴുകി കഴിയുമ്പോഴേക്കും നല്ല വൃത്തിയായിട്ട് കിട്ടും നമ്മുടെ ഫിഷ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇപ്പോൾ ഞാൻ കരിമീൻ ക്ലീൻ ചെയ്യണ എങ്ങനെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ളവർ കണ്ടു നോക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. പിന്നെ അതുപോലെ മാന്തൽ എങ്ങനെയാണ് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യുന്നതും ഉള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ നിങ്ങളത് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് കാണാം. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.